3 വരെ സസ്പെൻഡ് ചെയ്തു. എനിക്ക് അതിൽ വിഷമമുണ്ടെന്ന് വെച്ചാൽ അവര് കുടുംബം കഴിയാനുള്ളതല്ലേ. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്ന് വെച്ചാൽ ഞാൻ കാരണം മറ്റൊരാളുടെ ജോലി പോകാൻ എനിക്ക് ഇഷ്ടമല്ല. ചേച്ചിക്ക് പേടിവല്ലോ ഉണ്ടോ പോലീസുകാരായതുകൊണ്ട്? എനിക്ക് പേടിയുണ്ട്. ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, BP കൂടി. ആദ്യമായിട്ടുള്ള ഒരു സംഭവമായി. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. ചേച്ചിയുടെ പേര് ശോഭ എന്നാണ്. മദ്യപിച്ച് ലക്കിട്ട് വാഹനം ഓടിച്ച പോലീസുകാരെ കയ്യോടെ പിടികൂടിയ ഓട്ടോറിക്ഷക്കാരി ചേച്ചിയുടെ പേര് ശോഭ എന്നാണ്. സ്ഥലം പത്തനംതിട്ടയാണ്. അതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരിക്കലും അറിയത്തില്ലായിരുന്നു ഒരു മദ്യപിച്ച വാഹനം ഓടിച്ചെന്നുള്ളത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വാഹനം ഓടിക്കുകയാണെന്ന് കരുതിയാണ് ചേച്ചി പിന്തുടർന്നത്. അടുത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവര് മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ചേച്ചി പിന്നാലെ പാഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് അവർ മദ്യപിച്ചിട്ടുണ്ടെന്നല്ലേ. തൂഫാനെതിരെ പോരാടേണ്ട പോലീസുകാർ തന്നെയാണ് മോശമായ പ്രവൃത്തി കാണിച്ചത്. അതാണ് ഏറ്റവും വലിയ സങ്കടം അല്ലേ? ഭയങ്കര സങ്കടമാണ്. കേരള പോലീസിന് പോലും നാണക്കേടാണ്. കേരള പോലീസ് അതിലുപരി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പോലീസുകാർക്കാണ് അതിന്റെ നാണക്കേട്. ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുന്ന പോലീസുകാർ, നല്ല പോലീസുകാരാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ളത്. അത് ഏറ്റവും വലിയ സങ്കടം. അവരെ സസ്പെൻഡ് ചെയ്തത് ശോഭ ചേച്ചിക്ക് വലിയ വിഷമമാണ്. കാരണം ചേച്ചി കാരണം ഒരാളുടെ ജോലി പോരെന്നാണ്. ജോലി പോവുകയാണെങ്കിൽ അതെനിക്ക് വിഷമമാണ്. ഇത് സസ്പെൻഡ് ആയതുകൊണ്ട് സമാധാനമുണ്ട്, ജോലി പിന്നെയും കിട്ടുമല്ലോ. അവരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. ഈ സംരക്ഷിക്കേണ്ടിയവർ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുപരി സങ്കടമാവുള്ളത്. സംഭവിച്ചത് ഇത് കുമ്പഴേന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയായിരുന്നു. ഞാൻ മൈലപ്രായെന്ന് പത്തനംതിട്ടയ്ക്ക് പോകാൻ വരുമായിരുന്നു. നമ്മുടെ മൈലപ്ര പള്ളിപ്പടിക്ക് വെച്ചാണ് ഈ സംഭവം സ്റ്റാർട്ടിങ് ആകുന്നത്. ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പം ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ആളിങ്ങനെ പുറമോട്ട് ചരിഞ്ഞ് കിടക്കുന്നു. അപ്പൊ ഞാനത് പുള്ളിക്ക് വല്ല അസ്വസ്ഥതയാണെന്നും കണ്ട് ഞാൻ നോക്കി, പ്രത്യേകം ശ്രദ്ധിച്ചപ്പോ ഈ പുള്ളിക്ക് പിന്നെ മുന്നോട്ട് പോകുന്നതോറും പുള്ളി ഇങ്ങനെ കിടന്ന് ആ വണ്ടി ഓടിക്കും. വണ്ടി വളഞ്ഞും പൊളഞ്ഞും പോയി സ്കൂട്ടറുകാരെയൊക്കെ ഇടിക്കാൻ ചെല്ലുന്ന രീതിയിലാണ്. വിപരീതത്തിന്റെ ഇപ്പുറമായപ്പം നമ്മുടെ വണ്ടിയെ ഇങ്ങനെ ഇടിക്കാനായിട്ട് വന്നു. അപ്പോഴത്തേന് ഞങ്ങൾ അപ്പുറത്തെ വിളിച്ചു കൂവി. പിന്നെ ഈ വണ്ടി അവിടുന്ന് ഞങ്ങളെ വിളിച്ചു കൂക്കൽ കേട്ടോടെ മുന്നോട്ട് എടുത്തോണ്ട് പോയി. ഞാനും ഇതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയി. വിട്ടു കൊടുത്തില്ല. എനിക്ക് വണ്ടി മറ്റുള്ളവരെ ഇടിക്കാൻ പോകല്ലേ, അപ്പം ഞാൻ രക്ഷപ്പെടുത്തണ്ടേ. എനിക്ക് വെപ്രാളമായി, പുള്ളിക്ക് വല്ല അസുഖമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ എന്നിട്ട് ഇവരെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പിന്നെ റിംഗ് റോഡിൽ കയറി ശ്രീവത്സത്തിൻ്റെ ഇപ്പുറമായപ്പോൾ വണ്ടി തന്നെ നിർത്തി. പുള്ളിക്ക് ഓടിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ട് കയറി അവിടെ നിർത്തി. ഇപ്പോഴത്തേനും ഒരു ബസ് വന്നു. ബസ്സുകാരോട് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞു. അവരോട് ഇറങ്ങി വന്ന് നോക്കിയപ്പം പുള്ളി എനിക്കറിയാം, മനസ്സിലായി മദ്യപിച്ചിരിക്കുക എന്നുള്ളത് മനസ്സിലായി. കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. 3 പേരുണ്ടായിരുന്നു. സിവിൽ ഡ്രസ്സിലായിരുന്നു. പോലീസ് വണ്ടിയാണ്. അപ്പോഴത്തേന് മറ്റൊരു ഇറങ്ങി ഓടി. അപ്പോഴത്തേന് ഇവരെ മറ്റുള്ള ആൾക്കാരോട് വന്ന് വേറൊരാൾ ചാവി ഊരി എടുത്ത് എൻ്റെ തന്നു. അപ്പോഴത്തേനും അവർ 100 വിളിച്ച് ഒരു പോലീസ് വരികയൊക്കെ ചെയ്ത് അവർ തന്നെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. എനിക്ക് അതിൽ വിഷമമുണ്ടെന്ന് വെച്ചാൽ അവര് കുടുംബം കഴിയാനുള്ളതല്ലേ. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്ന് വെച്ചാൽ ഞാൻ കാരണം മറ്റൊരാളുടെ ജോലി പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അത് അവരെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തില് അവരായിരിക്കുമല്ലോ അത്താണിയായിട്ടുള്ളത്. അപ്പൊ അതെനിക്കൊരു വിഷമമാണ് ഇങ്ങനെ കേട്ടപ്പോ. പക്ഷെ അവര് ചെയ്തതും തെറ്റാ. എന്നുവെച്ചാൽ തുഫാന്റെ ആളാണെന്ന് പിന്നെ എനിക്ക് മാധ്യമങ്ങൾ കൂടി മനസ്സിലായത്.